വീഡിയോ സ്റ്റെബിലിറ്റി ഇല്ലാത്ത മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ട്. സ്റ്റെബിലിറ്റി ഇല്ലാത്ത പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഷെയ്ക്കാവുന്ന വീഡിയോസ് കിട്ടുന്ന ചില ആൾക്കാർ. ഇപ്പം ഞാൻ ഗ്രൂപ്പിൽ കണ്ട കുറേ ആൾക്കാർ അങ്ങനെ വീഡിയോ എടുക്കുന്നവരാണ്. അതിൻ്റെ ഡിവൈസസ് ഒന്നും അല്ലെങ്കിൽ ഗിംബൽ പോലെ സാധനങ്ങൾ അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ ആൾക്കാർ പറഞ്ഞാൽ മൈക്ക് ഉപയോഗിക്കാത്തവരാണ്, അല്ലെങ്കിൽ മൈക്ക് ഇല്ലാത്തവരാണ്. ഈ രണ്ടു പേർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ആപ്പുകളുണ്ട്. ആ ആപ്പുകൾ വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇത് ചെറിയ രീതിയിൽ ഇതിനൊരു സൊല്യൂഷൻ ആവും. ഭയങ്കര സെറ്റപ്പ് ആവുന്നൊന്നും പറയുന്നില്ല, ചെറിയ രീതിയിൽ. എപ്പോഴും മോട്ടിവേഷൻ ആണ് എന്നുള്ള പരാതി ചെറുതായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് സ്റ്റോറി ഉണ്ട്. സ്റ്റോറി ലാസ്റ്റ് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയോട് കൂടി ഷൂട്ട് ചെയ്യണം. അത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ കുലുക്കവും ചാട്ടവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായിട്ട് വരുന്ന മൊബൈലിൽ ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്റ്റെബിലിറ്റി. പക്ഷേ കുറച്ച് പഴയ മൊബൈലാണെങ്കിൽ ഈ പ്രശ്നം വരുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ചെറിയൊരു ഷെയ്ക്ക് അതിൽ വരും. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൻ്റെ പേരാണ് ഗൂഗിൾ ഫോട്ടോസ്. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് ഈ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഈ ഒരു ഗൂഗിൾ ഫോട്ടോസിലേക്ക് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ അത് എനിക്ക് കാണിച്ചു തരാം. ഗൂഗിൾ ഫോട്ടോസ് ഇല്ലാത്തവർ പ്ലേ സ്റ്റോർ വന്നിട്ട് എന്ത് ചെയ്യാം, ഗൂഗിൾ ഫോട്ടോസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഫോട്ടോസ് അടിക്കുമ്പോൾ തന്നെ വരും. ഫോട്ടോസ് ഇതിൽ വന്നിട്ടുണ്ട്, ഗൂഗിൾ ഫോട്ടോസ് ഉണ്ടോ ഈ. അപ്പോൾ ഈ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഞാനിപ്പോൾ ഇന്ന് രാവിലെ എടുത്തു വെച്ചൊരു വീഡിയോ ആണിത്. ജസ്റ്റ് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ടച്ച് ചെയ്താൽ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ വന്നപാടെ തന്നെ ആദ്യം സൗണ്ടിൻ്റെ ഒരു ഐക്കൺ കാണാം, പിന്നെ മറ്റൊരു ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോക്സ് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റെബിലൈസ് ആവും. അപ്പോൾ സ്റ്റെബിലൈസ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുമല്ലോ, നിങ്ങളുടെ വീഡിയോ ലെങ്ത്ത് പോലെ ടൈം എടുക്കും. എത്ര വീഡിയോ ടൈം ഉണ്ടോ അതിനനുസരിച്ച് സമയം എടുക്കും. ഇനി നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. ഇതുണ്ടോ? അപ്പോൾ ഇത് മുമ്പേ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഒന്നും കൂടി പ്ലേ ചെയ്ത് തരാം. സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തു, എന്നിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ഉണ്ടോ ജർക്കിങ് ഉണ്ടോ? സ്റ്റെബിലൈസേഷൻ ഓണാക്കിയത് കണ്ടോ? പോയില്ല. ഞാനിത് മനഃപൂർവ്വം കുലുക്കിയതാണ്, അതുകൊണ്ടാണ് കുറച്ച് അധികം ജർക്കിങ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ നമുക്ക് ഇത് ഓണാക്കാണ്ടുള്ളത് ഇങ്ങനെ കുടുങ്ങിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ സ്റ്റെബിലൈസേഷൻ ഓണാക്കിയ ശേഷം വളരെ സ്മൂത്തായിട്ടുള്ള വീഡിയോ കിട്ടി. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഗൂഗിൾ ഫോട്ടോസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യുന്നത് മൈക്കിൻ്റെ ആണ്. മൈക്കിൻ്റെ പ്രശ്നമാണല്ലോ പറഞ്ഞത്. മൈക്കിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്പാണ് ഡോൾബി ഓൺ. ഈ ഡോൾബി ഓണിൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്താൽ അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് അത് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വോയിസ് ഓവർ കൊടുക്കുന്നവർക്ക്, അതായത് ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഡോൾബി ഓൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ടാൽ അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ടാവും. പിന്നെ ക്യാപ് കട്ടോ VN-ലൊക്കെ പോയിട്ട് നോയ്സ് ക്യാൻസലേഷൻ പിന്നെയും നമുക്ക് ചെയ്യാൻ പറ്റും. അവിടുന്ന് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലും ക്വാളിറ്റി വോയിസ് കിട്ടും. അപ്പോൾ മൈക്കില്ലാത്ത പ്രശ്നമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 2 മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു മൊബൈൽ വീഡിയോ ഷൂട്ട് ചെയ്യാനും മറ്റേ മൊബൈൽ ഡോൾബി ഓണാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ പോക്കറ്റിലിടാം, ഇല്ലെങ്കിൽ ഇയർഫോണോ മറ്റേ വെച്ചിട്ട് നിങ്ങൾ ഇയർഫോൺ വെച്ചിട്ട് ഡോൾബി ഓൺ കണക്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഈ 2 വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാനിത് പറയാൻ കാരണം, ഞാൻ കണ്ടിടത്തോളം ഗ്രൂപ്പിലൊക്കെ വരുന്ന ആളുകളുടെ വീഡിയോസിൽ ഈ 2 പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ഇത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ 2 വർഷം മുന്നേ എടുത്തു വെച്ച ടോപ്പിക്കാണ്. എങ്ങനെ എടുത്തു വെച്ച് പറഞ്ഞാൽ, എപ്പോഴെങ്കിലും ഞാനൊരു ടെക് ചാനൽ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് ടിപ്സ് തുടങ്ങുമ്പോൾ ഇടാ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചാണ്. അപ്പോൾ അത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് ഇടുന്നത്. ഇപ്പം വലിയ ഇതിന് പ്രസക്തി ഇല്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, എല്ലാ ഫോണിലും ഈ സ്റ്റെബിലിറ്റി വരും. അതുകൊണ്ട് പിന്നെ പഴയ ഫോൺ ഉപയോഗിക്കുന്ന കുറച്ച് ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നു. ഇനി ഞാൻ ലാസ്റ്റ് സ്റ്റോറി പറയാമെന്ന് പറഞ്ഞു. ആ സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അവർ ലാസ്റ്റ് കേട്ടോട്ടെ എന്ന് വെച്ച് മാറ്റി വെച്ചാണ്. അതിൻ്റെ സ്റ്റോറി ഇതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കീരിയുണ്ട്. കീരി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കോഴീനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യും, അടവെച്ച മുട്ടയൊക്കെ പൊട്ടിക്കും. ഇതാണ് സ്ഥിരം പരിപാടി. ശല്യം സഹിക്കാൻ പറ്റില്ല എൻ്റെ. അങ്ങനെ അവസാനം ഞാൻ എന്ത് ചെയ്തു, മുട്ട കൊണ്ട് തന്നെ ഒരു
കെണിയൊക്കെ വാങ്ങിച്ച് മുട്ട വെച്ചിട്ട് തന്നെ അതിന് പിടിച്ചു. സംഭവം ആള് കെണിയിൽ വീണു. അപ്പോൾ കെണിയിൽ വീണത് ഒരു ഉച്ച സമയത്തൊക്കെ ആണ് വീണത്. അപ്പോൾ അതിൻ്റെ മോള് സ്കൂളിൽ വന്നിട്ട് ഓൾക്കറിയാം ഞാൻ കെണി വെച്ചിട്ടുണ്ട്. ഓള് പോയിട്ട് നോക്കി കീരി ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ കീരി ഉണ്ട്. എന്നോട് പറഞ്ഞു ഇപ്പോൾ കീരി വീണിട്ടുണ്ട്, വാ നമുക്ക് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ പോയി. അപ്പോൾ ഈ കീരി വീണത് പിന്നെ ഏകദേശം ഉച്ച സമയത്താണ് കേട്ടോ. ഞാൻ ആ കറക്റ്റ് സമയം ഓർക്കണം, ഇതിൽ വേറെ കാര്യമുണ്ട്. ഈ കീരിനെ നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു ഈ കീരിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ കയറി കീരിനെ കണ്ടു. കീരി രക്ഷപ്പെടാൻ വേണ്ടി പല പല അടവുകളും പയറ്റി, നടക്കുന്നില്ല. കമ്പി ചെറിയ ഇത്ര ഗ്യാപ്പുള്ള കുറച്ച് ഇങ്ങനെ ഗ്യാപ്പുള്ള ഒരു കൂടാണ്, കമ്പിക്കൂടാണ്. അപ്പോൾ അതിലുള്ള കീരി പലതും പയറ്റി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാനും ഭയങ്കര കോൺഫിഡൻസ് ആയി, കീരിനെ ഇന്ന് കൊല്ലൂല, കാരണം കൊല്ലാനുള്ള മനസ്സൊന്നുമില്ല. അതിനെ 2 മുട്ടയും കൂടി കൊടുത്ത് എന്നോട് കമ്പനി ആവുന്നുണ്ടെങ്കിൽ നമ്മളൊരു കോംപ്രമൈസ് ടോക്കിന് ശ്രമിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പം വീട്ടിൽ നിന്ന് ഉമ്മയും പറയണ്ടേ, ഇതിനെ പിടിച്ചിട്ട് നീ എന്താ അതിനെ വളർത്താനായിരിക്കില്ലേ, കൊല്ലാനല്ല എന്തായാലും. പിന്നെ ആളെ ഒന്ന് പേടിപ്പിക്കണം എന്നൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ പേടിപ്പിക്കണമല്ലോ. അപ്പോൾ വടി എടുത്തിട്ട് നല്ല 2 അടി വെച്ച് കൂടിനെ കൊടുത്തു. ഈ കൂട് കൊടുത്തപ്പോൾ കീരി ഭയങ്കരമായിട്ട് വേജറായി. കാരണം ആൾക്ക് മനസ്സിലായി ഞാൻ എന്നെ കൊല്ലാൻ പോവാണ്. അപ്പോൾ ഫുള്ള് ഇത് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലിങ്ങനെ എന്താ പറയുക, മലക്കം മറിയലൊന്നും പറയില്ല. അവസാനം അതിശക്തിയായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ കമ്പീൻ്റെ ഇടയിലൂടെ തലയിങ്ങനെ ഇട്ടിട്ട് പ്രസ് ചെയ്തെന്ന് വെച്ചാൽ തലയിട്ടിട്ട് ആഞ്ഞ് ശ്രമിച്ചു. ഈ സമയത്ത് വളരെ കൂളായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ബോഡിയും തലയും അടക്കം ഈ കമ്പിയിലുള്ള പുറത്തുപോയി. ഞാനിങ്ങനെ കണ്ട് തരിച്ചു നിന്ന്, ഇത്രയും കഷ്ടപ്പെട്ട് കീരിനെ പിടിച്ചിട്ട് അത് രക്ഷപ്പെട്ടു. പക്ഷേ ഇതിൽ എനിക്ക് പഠിച്ച പാഠം, ഈ കീരി എന്തുകൊണ്ട് 12 മണി മുതൽ അല്ലെങ്കിൽ ഒരു 1 മണി മുതൽ 5 മണി വരെ ആ കൂട്ടിൽ നിന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് രക്ഷപ്പെടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയത് ഞാൻ കൊല്ലാൻ വന്നപ്പോൾ മാത്രമാണ്. ഇത് ഇവിടെ നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കീരിനെ പോലെ നിങ്ങൾ ഈ കൂട്ടിനുള്ളിൽ ഉണ്ടെങ്കിലും ആരെങ്കിലും വന്ന് 2 അടി തരണം, എന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഒന്ന് രക്ഷപ്പെടാനുള്ള ആഞ്ഞ് ശ്രമം നടത്തുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചാനലിൽ നമ്മൾ മോട്ടിവേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ മറ്റാരും മോട്ടിവേറ്റ് ചെയ്യില്ല. വീട്ടിൽ നിന്ന് പറയും നിനക്കൊക്കെ നിർത്തിപ്പോയിക്കൂടെ എന്നല്ലാതെ മോട്ടിവേറ്റ് ചെയ്യാൻ എവിടുന്ന് ആരും വരില്ല. അതുകൊണ്ട് കുറച്ച് മോട്ടിവേഷൻ കൂടി കിട്ടണമെങ്കിൽ ഈ ചാനലിൽ വന്നാൽ അതും കൂടി കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.